സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശത്രുക്കൾ ജയിക്കാൻ വേണ്ടി വീണ്ടും കൃഷ്ണമണിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാനസികാണെങ്കിലും മനസ്സിൽ സന്തോഷം ഇങ്ങനെ അലതല്ലുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ താൻ ഒന്നും ചെയ്യാതെ തന്നെ എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചോ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. വിവാഹം മുടക്കാൻ വേണ്ടിയാണല്ലോ താൻ ആഗ്രഹിച്ചതും അത്രയും പെടാപ്പാട് പെട്ട് അത് മുടക്കാൻ നോക്കിയതും. കൺമണി കണ്ണീര് കുടിക്കുന്നതും കാണണമെന്ന് ആഗ്രഹിച്ചു, അതും നടന്നല്ലോ. വലിയൊരു ദുരന്തം തന്നെ സാഗർ കുടുംബത്തിന് സംഭവിച്ചല്ലോ. അതൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് വലിയ സന്തോഷം ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ചെയ്ത പ്ലാനിങ്ങും ഒക്കെ പൊളിഞ്ഞു പോയതും കൺമണിയുടെ വീട്ടിലായതും അത് കിട്ടിയാൽ തൻ്റെ സ്വഭാവം മാറിയിട്ടില്ല, അതൊക്കെ നാടകമായിരുന്നു എന്ന് അവർ കരുതുന്നൊക്കെ ചിന്തിക്കാനുള്ള സമയമൊന്നും മാനസിക്ക് കിട്ടുന്നില്ല. അതൊന്നും അവളെ ഓർത്തിട്ടുമില്ല. മാത്രമല്ല വരുൺ എവിടെയെന്നും വരുണിന് എന്ത് സംഭവിച്ചു എന്നും ചിന്തിക്കാനുള്ള മനസ്സൊന്നും മാനസിക്കില്ല. അല്ലെങ്കിലും മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും മാനസിക്കൊന്നും ഇല്ലല്ലോ. അവൾ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണല്ലോ ഓരോരുത്തരെ കൂടെ കൂട്ടുന്നത്. കാര്യം കഴിഞ്ഞാൽ വലിച്ചെറിയുകയും ചെയ്യും. കൃഷ്ണന് ഇപ്പോൾ ബ്ലഡ് നിൽക്കുന്നില്ല അവസ്ഥ ഉണ്ടായതൊന്നും കൺമണി അറിയുന്നില്ല കേട്ടോ. അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവൾക്ക് താങ്ങാൻ കഴിയില്ല. എന്തോ ഒരു അപകടം വരുന്നുണ്ടെന്ന് ശ്രീനി പറയുന്നത് കൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ എന്ത് ദുരന്തം കൃഷ്ണന് സംഭവിക്കുന്നുള്ള കാര്യം തീർച്ചയാണ്. ഇനി ആൻറ്റി അമ്മ കൂടുതൽ ശക്തമായിട്ട് വിവാഹത്തിനെ എതിർക്കും. കാരണം ആ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ തകർച്ചയ്ക്ക് കാരണം കൺമണിയാണ് അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതാണെന്നുള്ള കാര്യം മിക്കവാറും അവർ പറയും. മനോജിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലാകും അവരുടെ ആരോപണം. കൃഷ്ണൻ്റെ ആ ജന്മരഹസ്യം സുജാതയ്ക്കും അറിയില്ല എന്നുള്ള ഒരു സൂചന സുജാതയുടെ വാക്കിൽ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഡോക്ടർ ആ ബ്ലഡ് നിൽക്കായക ചെറുപ്പത്തിൽ എങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുജാത ഇല്ലയെന്ന് പറയുന്നുണ്ടെങ്കിലും സാഗറിന് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. ഡോക്ടറിനോട് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ സാഗർ ചോദിക്കുന്നുണ്ട്. ഈ പ്രശ്നം സുജാതയ്ക്കുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചിരുന്നു എന്ന് തോന്നുന്നു. ഏതോ ഒരു സമയം മാഡത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലെന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് ഡോക്ടർ. മനോജ് ആണെങ്കിൽ ആകെ നിസ്സഹായനായിട്ട് ലോക്കൽ മുറിയിലിരിക്കുകയാണ്. തന്നെ ആരും രക്ഷിക്കാനായിട്ട് വരുമെന്നുള്ള തോന്നലില്ലെങ്കിലും അങ്ങനെ ആവല്ലേ എന്നൊരു ചിന്തയും തൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് തനിക്ക് പങ്കെടുക്കണം എന്നൊരു തോന്നലും അയാൾക്കുണ്ട്. തൻ്റെ വീട്ടിൽ നടന്ന ആ വലിയ ദുരന്തത്തെക്കുറിച്ചൊന്നും മനോജിന് അറിവില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ വേദനയായിരിക്കും മനോജിന് സംഭവിക്കുക. കൺമണിക്ക് പരിഹരിക്കാൻ പറ്റുന്നതിനേക്കാൾ വലിയ അപകടമാണ് കേട്ടോ അവളുടെ കൺമുന്നിൽ നടന്നത്. ആരും കൂട്ടിനില്ലാതെ ആ അച്ഛനും മോളും അവിടെ തനിച്ചായിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് തകർന്ന തരിപ്പണമായിട്ട് തൻ്റെ മുന്നിൽ കിടക്കുന്നത്. എന്നിട്ടും തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ ചിന്തിച്ച് പോവാണ് കൺമണി. എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താണ് അച്ഛാ ഇങ്ങനെ ഒരു സന്തോഷവും എനിക്ക് തരില്ല എന്ന് ഈശ്വരന്മാർ തീരുമാനിച്ചിരിക്കുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീനിവാസിൻ്റെ നെഞ്ചിൽ ചാരി കിടന്ന് പൊട്ടിക്കരയാണ് കൺമണി. സാഗറിൻ്റെ ആ പ്രത്യേക മാനസികാവസ്ഥ കണ്ട് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് സുജാതയ്ക്ക്. പഠിക്കാൻ പോയപ്പോഴോ മറ്റോ രക്തം നിൽക്കാതെ പോയ എന്തെങ്കിലും മുറിവോ മറ്റോ കൃഷ്ണന് ഉണ്ടായോ, അങ്ങനെ എന്തെങ്കിലും സാഗർ എന്നോട് ഒളിച്ചു വയ്ക്കുന്നുണ്ടോ എന്നൊക്കെ സുജാത ചോദിക്കുന്നുണ്ട്. അപ്പോഴും സാഗർ ഒന്നും മിണ്ടുന്നില്ല. സാഗർ എന്നോട് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്നൊക്കെ വീണ്ടും സുജാത ചോദിക്കുമ്പോൾ സുജാത കാണാതെ എന്തെങ്കിലും മുറിവോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എങ്ങനെ അറിയും ദേവിച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. സാഗറിനെ മറ്റും ഭാവമൊക്കെ കണ്ട് എന്നോടെന്തോ സാഗർ ഒളിപ്പിക്കുന്നുണ്ടെന്ന് സങ്കടത്തോടെ സ്വയം പറഞ്ഞ് വിഷമിക്കുകയാണ് കേട്ടോ സുജാത ചെയ്യുന്നത്.